ക്ഷമിക്കും, പക്ഷെ മറക്കില്ല. ഹർഭജനെ ആണ്ടിച്ച് ശ്രീശാന്ത. ക്രിക്കറ്റ് ലോകത്ത് വീണ്ടും പോരുമുറുകുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായ സ്ലാപ്പ് ഗേറ്റ് സംഭവം നടന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടു. ഹർഭജൻ സിംഗും ശ്രീശാന്തും മൈതാനത്ത് കെട്ടിപ്പിടിച്ച് പഴയ പിണക്കങ്ങൾ മറന്നു എന്ന് ആരാധകർ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് തീർത്തും അപ്രതീക്ഷിതമായ വെളിപ്പെടുത്തലുകളുമായി മലയാളി താരം ശ്രീശാന്ത് രംഗത്തെത്തിയിരിക്കുന്നത്. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ശ്രീശാന്ത് വ്യക്തമാക്കിയ തങ്ങൾക്കിടയിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നിലവിലുണ്ടായിരുന്നില്ലെന്നാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൈപ്പേരി അനുഭവം ഹർഭജൻ ഒരു പരസ്യത്തിനായി ഉപയോഗിച്ചാണ് ശ്രീശാന്ത് ചൊടിപ്പിച്ചത്. जोर से गाइस, खाना नहीं खाया क्या? सही से थप्पड़ लगाओ, सब ठीक हो जाता है. अरे अंकल, लाइन और लेंथ पे ध्यान दो. लाइन एंड लेंथ, डोमिनेंट हैंड 45 डिग्री पे रखो. कम ऑन. ओए नकली प्रोटीन पाउडर, पोटेंशियल एनर्जी, किनेटिक एनर्जी, पोटेंशियल एनर्जी. थप्पड़ हाथ से नहीं, दिल से मारना, दिल से. किनेटिक एनर्जी, पोटेंशियल एनर्जी. ओए मॉइस्चराइजर तो बिल्कुल नहीं लगेगा. अरे अरे श्रीमान, रहने दो आप, मैं दिखाता हूँ कैसे करते हैं. അദ്ദേഹം ആ സംഭവത്തെക്കുറിച്ച് പരസ്യം ചെയ്യുകയും അതിലൂടെ ഏതാണ്ട് ₹1 കോടി സമ്പാദിക്കുകയും ചെയ്തു. എന്നിട്ട് എന്നെ വിളിച്ച് അതേക്കുറിച്ച് ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് ശ്രീശാന്ത് പറയുന്നു. തന്റെ കരിയറിനെ പോലും ബാധിച്ചൊരു സങ്കടകരമായ ഓർമ്മയെ പണമുണ്ടാക്കാനുള്ള മാർഗമായി കണ്ടതാണ് ശ്രീശാന്തിനെ വേദനിപ്പിച്ചത്. ഞാൻ ക്ഷമിക്കും, പക്ഷെ ഒരിക്കലും മറക്കില്ല എന്ന മറുപടിയോടെ ഹർഭജൻ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് താരം ഇപ്പോൾ. ഹർഭജനെതിരെ മാത്രമല്ല 2007 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ മറ്റു ചില അംഗങ്ങൾക്കെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് ശ്രീശാന്ത് പ്രതികരിച്ചത്. ആ ടീമിൽ നല്ല സ്വഭാവമുള്ളവർ ചുരുക്കമായിരുന്നുവെന്നും ബാക്കിയുള്ളവർ പാരകളും ചൊര്യന്മാരുമാണെന്ന് ഓരോ വർഷം കഴിയുന്തോറും തെളിഞ്ഞു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീശാന്തിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ വലിയ വിഭാഗീയത ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാളുടെ സങ്കടത്തെ ബിസിനസ്സാക്കി മാറ്റുന്നത് ശരിയാണോ എന്ന ചർച്ചകൾ ഒരു വശത്ത്. പഴയ കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നവരും കുറവല്ല. എന്തായാലും സ്ലാപ്പ് ഗേറ്റ് വിവാദം അവസാനിച്ചിട്ടില്ലെന്ന് ശ്രീശാന്തിന്റെ വാക്കുകൾ അടിവരയിടുന്നു. ശ്രീശാന്തിനെ തല്ലി ആ പഴയ സ്ലാപ്പ് ഗേറ്റ് സംഭവത്തിൽ തനിക്ക് വലിയ കുടബോധമുണ്ടെന്ന് ബാജി തുറന്ന് സമ്മതിക്കുന്നു. ഹർഭജന്റെ പുതിയ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ശ്രീശാന്തിന്റെ മകളെ കണ്ടുമുട്ടിയതിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. വിമാനത്താവളത്തിൽ വെച്ച് ശ്രീശാന്തിനെയും അവന്റെ ഭാര്യയും മകളെയും കണ്ടു. അവന്റെ കുഞ്ഞു മകളെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വികാരം തോന്നി. മകൾ ഹർഭജനോട് സംസാരിച്ചതുമില്ല. आपका लाइफ का जो डिसीजन है और जो भी आपने किया, अगर आप रिव्यू करके उसको बदलना चाहते हो तो कौन सा? मेरी लाइफ का, हाँ, जो भी क्रिकेट में, लाइफ में, जो भी लाइफ का एक डिसीजन जो मुझे बदलना चाहूंगा, दैट इंसिडेंट विद श्रीशांत, दैट इज द इंसिडेंट आई वांट टू रिमूव फ्रॉम माय करियर, माय विश लिस्ट जो है ये उसमें कि भाई वो जो हुआ गलत हुआ. उसको मिलके सॉरी भी बोल दिया आपने? 200 बार बोला. यू नो व्हाट आई फेल्ट was so bad, you know, इतने साल हो गए उस इंसिडेंट को. जहाँ भी बैठा हूँ, आज मैं यहाँ बैठा हूँ, आई एम अगेन सेइंग कि मेरे से गलती हुआ. बट जो चीज़ मुझे हर्ट करी ना, बड़े सालों बाद मैं उसकी डॉटर को मिला और उसने, मैं उसको बड़े प्यार से बोल रहा हूँ, हेलो बेटा. He said, I don't want to talk to you, you hate my father. मेरा मन टूट गया, दिल टूट गया यार. I started, you know, मेरा रोना आ गया यार. अब उस बच्चे के लिए मैंने क्या छाप छोड़ दी है. ക്രിക്കറ്റ് ലോകത്ത് വാശിയും വൈരാഗ്യവും സ്വാഭാവികമാണ്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ആ പഴയ പകയുടെ കനലുകൾ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന ഹർഭജൻ സിംഗിനെയാണ് പുതിയ അഭിമുഖങ്ങളിൽ നാം കാണുന്നത്. താൻ അന്ന് ചെയ്തത് വലിയൊരു തെറ്റാണെന്നും അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നെന്നും ഹർഭജൻ ആവർത്തിക്കുന്നു. മൈതാനത്തെ ആവേശം പലപ്പോഴും മനുഷ്യനെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്നതിന്റെ ഉദാഹരണമായി അദ്ദേഹം ആ പഴയ സംഭവത്തെ കാണുന്നു. ശ്രീശാന്ത് ഇപ്പോൾ ഹർഭജനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഹർഭജൻ കൂടുതൽ സംയമനത്തോടെയാണ് സംസാരിക്കുന്നത്. താൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാൻ മടിയില്ലെന്നും ആ സംഭവം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കറുത്ത പുള്ളിയാണെന്നും അദ്ദേഹം സമ്മതിക്കുന്നു. ശ്രീശാന്തിന്റെ കുടുംബത്തോട് തനിക്ക് ശ്രീശാന്തിന്റെ രോഷവും ഹർഭജന്റെ പശ്ചാത്താപവും ഇതിൽ ഏതാണ് ശരിയെന്ന് തീരുമാനിക്കാൻ ആരാധകർ പ്രയാസപ്പെടുകയാണ്. ഒരാൾക്കത് ഇന്നും ഉണങ്ങാത്ത മുറിവാണെങ്കിൽ മറ്റേയാൾക്കത് തിരുത്താൻ ആഗ്രഹിക്കുന്ന വലിയൊരു തർത്താണ്. എങ്കിലും വിമാനത്താവളത്തിൽ വെച്ച് ആ കുഞ്ഞുമകളെ ചേർത്തുപിടിച്ച ഹർഭജന്റെ പ്രവൃത്തിയിൽ ഒരു സ്പോർട്സ്മാൻഷിപ്പ് ഒളിങ്ങിനിപ്പുണ്ട്. പഴയ പിണക്കങ്ങൾ മറന്ന് ഇരുവരും മുന്നോട്ട് പോകുമോ അതോ ഈ 2024 തൊടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.